നമസ്കാരം. ഈ നാട്ടിൽ കഴിഞ്ഞിടയ്ക്ക് ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ന്യായമായൊരു ജീവിതം നയിക്കുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹം, ഭാര്യ, 2 പെൺമക്കൾ. ഇവർ കോളേജിൽ പഠിക്കുന്നു. ഈ മനുഷ്യന് പെട്ടെന്ന് ജോലി സ്ഥലത്ത് അങ്ങ് കുഴഞ്ഞു വീണ് അദ്ദേഹത്തിനെ ഓഫീസിലുള്ള ആൾക്കാരെല്ലാം ചേർന്ന് അവിടുന്ന് ആശുപത്രി എത്തിച്ചു. ആശുപത്രി അദ്ദേഹത്തിന് എത്രയും പെട്ടെന്നൊരു എമർജൻസി ആയിട്ട് ഒരു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പം ഈ കമ്പനിയുടെ ആൾക്കാരെല്ലാം ചേർന്ന് കുറച്ച് പൈസ അദ്ദേഹത്തിന് തരപ്പെടുത്തി കൊടുത്തു. എന്നാൽ കുറച്ചും കൂടെ പൈസ അദ്ദേഹത്തിന് വേണം. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അങ്ങനെ അത്രയും മാത്രം പൈസ എടുക്കാനുള്ള ഒരു സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബമൊന്നുമല്ല. എന്നാൽ മൂത്ത മകൾ എങ്ങനെയോ ഈ പൈസ അറേഞ്ച് ചെയ്ത് ഹോസ്പിറ്റലൊക്കെ അടച്ച് അയാളുടെ ഓപ്പറേഷനൊക്കെ ഫിനിഷ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് അന്നേരം തൊട്ട് ഈ മനുഷ്യൻ ചിന്തിക്കുകയാണ്, ഇവളുടെ കയ്യിൽ എങ്ങനെയാണ് ഇത്രയും പൈസ വന്നത്? കാരണം പലപ്പോഴും ഫീസൊക്കെ അടയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടിൽപ്പെടുന്ന ഒരു കുടുംബമാണ്. എങ്ങനെ ഈ പെൺകുട്ടിയുടെ ഇത്രയും പൈസ വന്നു? ഇവിടെ ആരോട് ചോദിച്ചു? അപ്പം അപ്പനെന്ന നിലയിൽ അയാൾക്കൊരു ആങ്സൈറ്റി ഉണ്ട്. അയാൾ മകളോട് ചോദിച്ചാൽ മകൾ ആദ്യമൊക്കെ ഒഴിഞ്ഞു മാറി പോയി. പിന്നീട് വീട്ടിൽ ഇതിനെപ്പറ്റി ഭയങ്കരമായ ബഹളമായി. അദ്ദേഹം വളരെയധികം ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്ത് മകളെയും കൊണ്ട് ഇത് പറയിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. സത്യം പറഞ്ഞാൽ സത്യാവസ്ഥ അറിഞ്ഞപ്പോൾ ആ മനുഷ്യൻ തകർന്നു പോയെന്ന് വേണമെങ്കിൽ പറയാം. മകൾ പഠിക്കുകയാണെന്ന് പറഞ്ഞ് മുറിയിൽ പലപ്പോഴും രാത്രിയിലൊക്കെ കതകടച്ചിരുന്നിട്ട്, ഇന്നിപ്പോൾ നമുക്കറിയാം നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ഈ ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഈ ചാറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ട്. അവിടെ ഓൺലൈൻ ചാറ്റിങ്, ചില ആൾക്കാർ പറയും ₹1 കൊടുത്താൽ മതി നിങ്ങളോട് സംസാരിക്കാൻ ആൾ വരുമെന്ന്. ഇവർ ടാർഗറ്റ് ചെയ്യുന്ന എല്ലാം തന്നെ ആണുങ്ങളെയാണ്, പുരുഷന്മാരെയാണ്. ചെറുപ്രായം തൊട്ട് വലിയ പ്രായം വരെയുള്ള പുരുഷന്മാരെയാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കണം, ഈ പുരുഷന്മാരുടെ സങ്കടങ്ങളും വിഷമങ്ങളും കേൾക്കാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ഇങ്ങനെ തലക്കിരിക്കുന്നത് പുരുഷനാവത്തില്ല, സ്ത്രീ തന്നെയാവും. ഇത്ര സ്ത്രീകൾക്ക് ഇവർ ഹയർ ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാർ. അതിനകത്ത് നോർമലി സംസാരിക്കുന്നവരുണ്ട്, സെക്സ് ചാറ്റ് ചെയ്യുന്നവരുണ്ട്, ഈ ഫേസ് മറിച്ചിട്ട് വീഡിയോ കോൾ ചെയ്ത് സെക്സ് ചാറ്റ് ചെയ്യുന്നവരുണ്ട്. ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അവർ കൃത്യമായിട്ട് അവർക്ക് അക്കൗണ്ടിലേക്ക് പൈസ വരുന്നുണ്ട്. ഈ പെൺകുട്ടി ആ റാക്കറ്റിൽ പെട്ടൊരു പെൺകുട്ടിയാണ്. അപ്പം ഞെട്ടിപ്പോയി. അപ്പനോട് പറയാം, സാർ ഞാൻ തകർന്നു പോയത് പോലെ. അയാളങ്ങ് ഈ ഓപ്പറേഷൻ കഴിഞ്ഞെങ്കിൽ പോലും ഞാനങ്ങ് ആത്മഹത്യ ചെയ്താലോ, ഇവരെ എല്ലാവരും വെട്ടിക്കൊന്നാലോ എന്നൊക്കെ പുള്ളി ആലോചിച്ച് പോയി. പുള്ളി പറഞ്ഞു, വളരെ ചെറുപ്പം തൊട്ട് വളരെ കഷ്ടപ്പെട്ട് ഒരു ചെറിയൊരു വീടൊക്കെ വെച്ച് ഭാര്യയും 2 കുഞ്ഞുങ്ങളുമായിട്ട് വളരെ കഷ്ടപ്പെട്ട് തുച്ഛമായ വരുമാനത്തിൽ കഴിഞ്ഞ ആൾക്കാരാണ്. മകൾക്ക് പ്രശ്നമുണ്ട്. മകൾ പഠിക്കുന്നുണ്ട്. മകൾക്ക് ഈ ചെറിയ പഠിത്തമൊന്നും, ചെറിയ ഇയാളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ചെറിയ സമ്പാദ്യമൊന്നും പോരാ.